ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ചാനലിലത്തെ ഫസ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും തമിഴിൽ കണ്ട പോലെ തന്നെ അപ്പോൾ നമ്മൾ ഇന്ന് യമഹ PSR ബോക്സ് വന്നിട്ടുണ്ട്. യമഹ PSR i510, അതായത് യമഹ PSR i500ൻ്റെ ഒരു സക്സസർ മോഡൽ. അതായത് i500 ഒന്നും കൂടിയും ഫീച്ചേഴ്സ് എല്ലാം കൂട്ടി ഒന്നും കൂടി റീ എഡീഷൻ ആക്കി ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് യമഹ നമുക്ക് വന്നിട്ടുള്ള യമഹ PSR i510. അപ്പോൾ എനിക്ക് തോന്നുന്നു യമഹ PSR ഒരു 7 കൊല്ലം, i500 ഒരു 7 കൊല്ലം ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്നും കൂടി ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിലൊക്കെ ഫീച്ചേഴ്സൊക്കെ വെച്ച് ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് i510. ഞാനും ഫസ്റ്റ് PSR i500 മേടിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടി റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും കൂടി നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് വരുന്നത് i510 ആണ്. അപ്പോൾ അത് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആമസോണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 23,500 സംതിങ് ആണ് എനിക്ക് വന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1,600 700 ഒക്കെ വെച്ചിട്ട് മേടിച്ചിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു അറൗണ്ട് ഒരു 26,000 അടുത്ത് ടോട്ടൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിൽ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. യമഹ PSR i510ൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും മലയാളത്തിൽ. ഞാൻ മലയാളത്തിൽ അങ്ങനെ വേറെ വീഡിയോസ് കണ്ടിട്ടില്ല. പിന്നെ ഹിന്ദി ഓഡിയൻസ്, ഹിന്ദി ചാനൽസാണ് കൂടുതലും ചെയ്ത് കണ്ടിരിക്കുന്നത്, പിന്നെ ഓരോ ഷോപ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രോപ്പർ ഒരു നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഹോം പ്രാക്ടീസിന് മേടിക്കുന്ന ഒരു ഫുൾ ആംബിയൻസിലാണ് ഞാൻ നിങ്ങൾ ടെക്നിക്കലായിട്ട് ഇതിൽ റിവ്യൂസ് പ്രതീക്ഷിക്കരുത്. ടെക്നിക്കൽ റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹോം പ്രാക്ടീസ്, അതായത് ഞാൻ പണ്ട് കീബോർഡ് പഠിക്കാൻ പോയിരുന്നു ഒരു 3rd സ്റ്റാൻഡേർഡിൽ. അപ്പോൾ എനിക്ക് വേറെ കുറേ ഇഷ്യൂസ് കൊണ്ട് ആ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹോം പ്രാക്ടീസിനായി വാങ്ങുന്ന ഒരു വൈബാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞ സമയം നേട്ട് അത് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയോടെ എനിക്ക് പ്രത്യേകിച്ച് ബോക്സ് ആയിട്ടൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും ഇത് ഹാർമോണിയം, വീണ, സാരംഗി, സിത്താർ, ബാൻസുരി, തബല, മൃദംഗം, ചെണ്ട. നമ്മളെ കേരളത്തിലെ എല്ലാവർക്കും പ്രൗഡാവാൻ ഒരു നിമിഷമാണ് ചെണ്ട. സ്വർമണ്ടൽ അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ നാദസ്വരം നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണും. ഇതാണ് ആക്ച്വലി ഒരു ബോക്സ് ആയിട്ട് വരുന്നത്. ഇത് കഴിച്ചതിൻ്റെ സ്റ്റാൻഡാണ്. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. 2 ദിവസമായി വാങ്ങി വെച്ചിട്ട് പൊട്ടിച്ചിട്ടില്ല. സ്റ്റാൻഡും പൊട്ടിക്കും. ഓവറോൾ ബോക്സ് കഴിച്ചത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമ്മളൊരു മുറിച്ചു. ഈ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊളിക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ കീബോർഡും നമ്മുടെ നോട്ടേഷൻ സ്റ്റാൻഡ്. ആദ്യം നമുക്ക് ഇത് പൊളിക്കുമ്പോൾ നമ്മുടെ നോട്ടേഷൻ സ്റ്റാൻഡ് കിട്ടും. ഇതാണ് നോട്ടേഷൻ സ്റ്റാൻഡ്. പിന്നെ കുറച്ച് യൂസർ മാനുവൽ അങ്ങനത്തെ സംഭവങ്ങളാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് തുറക്കുക. നമുക്കിത് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ അഡാപ്റ്റർ കാണാൻ സാധിക്കും. ക്യാമറയിൽ കാണുന്നുണ്ടോ? അഡാപ്റ്റർ എടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ അത്യാവശ്യം നീളമുള്ള കേബിൾ. അത്യാവശ്യമുള്ള നീളമുള്ള കേബിൾ. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു അഡാപ്റ്ററായിട്ട് വരുന്നത്. ഇതാണ് അഡാപ്റ്റർ. നമുക്ക് അഡാപ്റ്റർ നോക്കിയിരുന്നാൽ പോരല്ലോ, നമുക്ക് കീബോർഡ് എടുക്കാം. ഇനിയപ്പോൾ നമുക്ക് എന്തായാലും കീബോർഡ് അൺബോക്സിങ് എടുക്കാം. കീബോർഡ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കുക, ഇത് കിടത്തി വെച്ചിട്ട് അൺബോക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ട് വരും. കിടത്തി വെച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കീബോർഡ്. ഫൈനലി നമ്മൾ കീബോർഡ് ഇതാണ് നമ്മുടെ കീബോർഡ്.
നമുക്ക് നമ്മുടെ കീബോർഡ് എടുത്തിട്ട് ഒരു സോഫ്റ്റ് സർഫേസിൽ കൊണ്ട് വെക്കാനാണ് നെക്സ്റ്റ്. സേഫ് ആയിട്ട് അൺബോക്സ് ചെയ്യാൻ നോക്കുക. ഇവിടെ അൺറാപ്പ് ചെയ്യാം. കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ കീബോർഡ് വരുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാം. പക്ഷേ അതൊരു സോഫ്റ്റ് സ്റ്റാൻഡിൽ വെച്ച് സ്റ്റാൻഡ് സെറ്റപ്പ് ചെയ്ത് സ്റ്റാൻഡിൽ കയറ്റിയിട്ട് ഇനി നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കീബോർഡ് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ടേഷൻ സ്റ്റാൻഡ് കൂടി വെക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് കീബോർഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ടേൺ ഓൺ ചെയ്യാനായിട്ട് ഈ ബട്ടണാണ് പവർ ബട്ടൺ. ഈ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് തന്നെ നമ്മുടെ സ്ക്രീൻ ഇത് അവിടെ ഓൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കീബോർഡിൽ ഹാർമോണിയം എന്നുള്ള നമ്മുടെ ഇതാണ് കാണാൻ സാധിക്കുക. നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ട് ഇതാണോ കീബോർഡ് പിയാനോ. ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹാർമോണിയത്തിൽ നേരെ പിയാനോയിലേക്ക് സ്വിച്ച് ആവും. അപ്പോൾ നമ്മുടെ ഇതിൽ സ്ക്രീനിൽ നമുക്ക് കാണാം കൺസേർട്ട് ഗ്രാൻഡ് പിയാനോ ആണ് വരിക. മീൻസ് ഇപ്പോൾ പിയാനോ സ്വിച്ച് ആയിട്ടുണ്ട്, നമ്മുടെ OG സൗണ്ട്. നമുക്ക് സസ്റ്റെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വോയിസ് ഒന്നും കൂടി ഒരു മെലഡിക് ആയിട്ട് പോകാനുണ്ടെങ്കിൽ സസ്റ്റെയിൻ വേണ്ടിയൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് 2 ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് സസ്റ്റെയിൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് വേണ്ടിയൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷിഫ്റ്റും ഈ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റെയിൻ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മെലഡിക് ആയിട്ട് നമുക്ക് വായിക്കാം. ഗ്രാൻഡ് പിയാനോ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ പിയാനോയിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു നോബ് തിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടൈപ്പ് പിയാനോ. അപ്പോൾ റോക്ക് പിയാനോ സൗണ്ട് മാറിയുണ്ട് കണ്ടോ. പിന്നെ നമുക്കിവിടെ ചേഞ്ച് ചെയ്താൽ ദവാം പിയാനോ. നമുക്ക് ഓരോ നമ്മുടെ മ്യൂസിക് ഇപ്പോൾ നമ്മൾ ഏതാണോ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ടോൺ അനുസരിച്ച് നമുക്ക് ഇവിടെ ട്യൂണ് സെറ്റ് ചെയ്യാം. അതിൻ്റെ ആ ഒരു ആംബിയൻസ് അനുസരിച്ച് നമുക്ക് ടോൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഇപ്പോൾ പിയാനോ ആണെങ്കിൽ ഇഷ്ടംപോലെ ടൈപ്പ് ഒക്ടേവ് ബ്രൈറ്റ്, ഇഷ്ടംപോലെ ടൈപ്പ് പിയാനോ. ഇത് മിഡി ഗ്രാൻഡിലേക്കൊക്കെ പോയി, ഇത് സിൻത്ത് ലെവലിലേക്കൊക്കെ പോയി. പിന്നെ നമുക്കിതിൽ ഇഷ്ടംപോലെ ടൈപ്പ് ട്യൂണുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇന്ത്യൻ ട്യൂണുകൾ മാത്രമേ കാണിക്കുള്ളൂ. ലൈക്ക് ഹാർമോണിയം, അതേപോലെ തന്നെ വീണത, ഇതൊക്കെ തന്നെ നമുക്ക് കാണിക്കുള്ളൂ. വീണ, സന്തൂറൊക്കെ പക്ഷെ നല്ല സൗണ്ടാണ്. ക്വാളിറ്റി, സൗണ്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു ആർട്ടിക്കുലേഷൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് സന്തൂറിലൊക്കെ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കുലേഷൻ്റെ ഈ ഫീച്ചർ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എല്ലാ ട്യൂൺസിലും ഈ ആർട്ടിക്കുലേഷൻ ബട്ടൺ നന്നായിട്ട് എനിക്കൊരു ഇതിൽ നമുക്ക് നമ്മുടെ ട്യൂൺസ് സെറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയില്ല ആർട്ടിക്കുലേഷൻ. പക്ഷെ ഈ ഒരു സന്തൂർ വീണയിലായാലും നല്ലൊരു ട്യൂണാണ് ആർട്ടിക്കുലേഷൻ തരുന്നത്. പിന്നെ സിതാറ്,
നാദസ്വരം, പിന്നെ ഇഷ്ടംപോലെ ഇന്ത്യൻ ട്യൂൺസ് ഉണ്ട്. ഇന്ത്യൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഗിറ്റാർ. നമുക്ക് ഗിറ്റാറിന്റെ സൗണ്ട് ഇതിലേക്ക് ഇതാണ്ടോ, ഗിറ്റാറിന്റെ സൗണ്ട് എല്ലാം ഇതിലേക്ക് ഇലക്ട്രിക് ഗിറ്റാർ. ഗിറ്റാറിന്റെ വേറെ ഒരു ട്യൂണാണിത്. നമുക്ക് പിയാനോയിൽ വായിക്കാൻ പറ്റിയ ട്യൂണാ. ഇതൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ഗിറ്റാർ ആണ്. ഇതാ ഈ ഗിറ്റാർ മാറ്റി കഴിഞ്ഞാൽ നമുക്കിതാ. അപ്പൊ നമുക്ക് മാസ് ട്യൂൺ, ഇപ്പൊ KGF അല്ല, ലൈക്ക് ഇഷ്ടംപോലെ മാസ് ട്യൂണുകളൊക്കെ ഉണ്ടല്ലോ. മാസ് ട്യൂണുകളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ട്യൂണാണ് ഇത്. പുഷ്പട വിജയം. ഈ ഒരു ട്യൂണൊക്കെ നമുക്ക് ഈ മാസ് ബീജികളൊക്കെ നല്ല മാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സിന്ത് സെക്ഷനിലേക്ക് പോയി. ഇത് നമ്മുടെ ഐഫോണിന്റെ റിംഗ് ടോൺ. നമ്മുടെ പക്ക മരിമ്പ ഐഫോൺ റിംഗ് ടോൺ. അത് നമുക്ക് വായിക്കാൻ പഠിച്ച ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ഒരു ബീജം ഏത് മൂവിയിലത്തെ ആണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. ഇത് ജസ്റ്റ് പ്രീലോഡഡ് ട്യൂൺ ആണ്. ഇതിപ്പോ ഏത് കീയിൽ ക്ലിക്ക് ചെയ്താലും ഈ ഒരു ട്യൂൺ അങ്ങനെ വരുമ്പോ വായിക്കാൻ അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഫ്ലെക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് 800 സംതിങ് ട്യൂൺസ് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു കീബോർഡിന്റെ ഒരു പോരായ്മ പറഞ്ഞാൽ നമുക്ക് വേറെ കീബോർഡ്സിലൂടെ നമ്പേഴ്സ് കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിൽ മാനുവൽ ആയിട്ട് ഈ ഒരു നോബ് ഉപയോഗിച്ച് തിരിച്ച് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് നാലെണ്ണത്തിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെ വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ വായിക്കാൻ പറ്റും. ഇത് കേട്ടുള്ളൂ. ഇത് ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കി ട്യൂൺ ചെയ്തൊരു അല്ല ഉള്ള ബീജിയമാണ്, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചൊരു ബീജിയമാണ്.
പിന്നെ കേസിൽ വേറെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റൈൽസ് വരുന്നുണ്ട്. ഇപ്പോൾ അതാ നമുക്കിവിടെ സ്റ്റൈൽസ് സെലക്ട് ചെയ്യാം. ഇന്ത്യൻ പോപ്പ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 80s ഗിറ്റാർ, എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോളൂ. പിന്നെ എനിക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ട്യൂണും വെക്കാം, ഇന്ത്യൻ സ്റ്റൈൽസ്. നിന്നോ? അയ്യോ ഗൈസ്, നമ്മളെന്നെ പറ്റിച്ചാ? അല്ല, അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റൈൽസ് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ കീബോർഡ്സിലും കാണുന്ന പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിക്കോളൂ. മീറ്റർനോം ഫീച്ചർ, ടെമ്പോ ടാപ്പ്, ഡിസ്പ്ലേ ഒക്ടേവ്, ഇതൊക്കെ നമുക്ക് മിക്ക ഈ റേഞ്ചിലുള്ള കീബോർഡ്സിലും നമുക്ക് കാണാം. പിന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലും അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സസ്റ്റെയിൻ, റെസോണൻസ്, റിവർബ്, അറ്റാക്ക് ഒക്കെ അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 നോബുണ്ട്. ഈ 2 നോബിൽ നമുക്ക് ഇഷ്ടം. പിന്നെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിയാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതാ കണ്ടോ, നമുക്ക് സോങ്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യാം ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട്. നമുക്കിതിൻ്റെ ബീറ്റ് സ്പീഡ് കൂട്ടാം, അങ്ങനെയെല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. റിയാസ് കേസ് ഒന്നും കൂടി നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഫോക്കസ് ചെയ്യുന്ന, ഇന്ത്യൻ ക്ലാസിക് മ്യൂസിക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കിവിടെ 4 പാക്സ് ഉണ്ട്, ABCD. ഇന്ത്യൻ ടൈപ്പ് കോറസ് ആയിട്ടാണ്. പിന്നെ നമുക്കിവിടെ 4 രജിസ്ട്രേഷൻ ബാങ്ക്സ് വരുന്നുണ്ട്. 4 അല്ല, നമുക്കിത് 16 ഉണ്ട്. കാരണം ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ 4 ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചർ. പിന്നെ പിച്ച് ബെൻഡ് വീൽ ഇതാ. പിന്നെ വോളിയം കൺട്രോളിങ് ഓപ്ഷൻ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. പിന്നെ ഇതാണ് സ്വിച്ച് ഓഫിനും ഈ ഒരു ബട്ടൺ ഹോൾഡ് പ്രസ് ചെയ്താൽ സ്വിച്ച് ഓഫ് ആയി. ഓക്കെ.